ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് വീഡിയോ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിലെ ദോഹയിലാണുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ സൂക്ക് വക്കീഫിലൊന്ന് പോയി. ഖത്തറിൽ 250 വർഷം പഴക്കമുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ഒരു ലോങ് വീഡിയോ എടുക്കണം, അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് കരുതി. ഖത്തറിൻ്റെ ഒരു റിച്ച് ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സൂക്ക് വക്കീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അതിൻ്റെ ഫ്രണ്ടിലാണ്. നൈറ്റ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന അബായ അത് സൂക്കിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേക്കും. അപ്പോൾ ആ സൂക്കിൽ വീഡിയോ എടുക്കണം എന്ന് മനസ്സിൽ കരുതിയപ്പോൾ തൊട്ട് ഇതെന്തായാലും ഇട്ടെടുക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സൂക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സൂക്ക് വക്കീഫിന് ഇങ്ങനെ ഒരു പേര് വരാൻ ഒരു കാരണമുണ്ട്. അതായത് പണ്ട് 100-200 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ട്രേഡേഴ്സ്, അതായത് ഡെസേർട്ട് ഡ്വല്ലേഴ്സ്, അവരുടെ സാധനങ്ങൾ, അതായത് ലൈഫ് സ്റ്റോക്ക്, സ്പൈസസ്, പിന്നെ അതർ ട്രഡീഷണൽ ഗുഡ്സ് ഒക്കെ നിന്നുകൊണ്ടാണ് സെല്ല് ചെയ്തിരുന്നത്. സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്നും വക്കീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡിംഗ് എന്നുമാണ്. അപ്പം അതാണ് സൂക്ക് വക്കീഫ്. ചെറുതും വലുതായിട്ടുള്ള ഒത്തിരി സ്റ്റോൾസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ നടുവിലൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല ഇവിടെ, കാര്യം അത്ര തിരക്കായിരിക്കും. സൂക്കിൻ്റെ ഉള്ളിൽ തന്നെ അതേ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ഗോൾഡൻ തമ്പ് വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എല്ലാ ടൂറിസ്റ്റുകൾ എല്ലാവരും വന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. 2019 AFC ഏഷ്യൻ കപ്പിൽ ഖത്തറിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള വിജയത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് കേട്ടോ ഇവിടെ ഈ തമ്പ് വെച്ചിരിക്കുന്നത്. ഗൈസ്, ഞാൻ ഖത്തറിൽ വരാൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നോക്കി വെച്ച ഒരു കാര്യമാണ് എവിടെയാണ് ഏറ്റവും നല്ല ചീസ് കേക്കും കുനാഫയും കിട്ടുന്നത് എന്നുള്ളത്. എനിക്ക് കുനാഫ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒത്തിരി വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറാണ് കേട്ടോ, ഒരു ഷോപ്പാണ് ഈ ഒരു അൽ അഖേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു കുനാഫ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. നമുക്കപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഞാൻ ഓൾറെഡി ഈ കുനാഫ കഴിച്ചു, രണ്ടും കഴിച്ചു. ഇത് പിസ്താഷ്യോ ആണോ? ഇത് പിസ്തയൊക്കെ മുകളിലുണ്ട്. ഇത് കുറച്ചും കൂടി സോഫ്റ്റും ഇത് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ഒരു പ്രീമിയം ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടോ ചീസ് കണ്ടോ? നോക്കി മനസ്സിലാവും. കണ്ടോ ചീസ് കണ്ടോ? ഞാൻ കുറച്ച് കഴിച്ചലമ്പാക്കി. എപ്പോഴെങ്കിലും ഖത്തറിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു കുനാഫ ട്രൈ ചെയ്യാൻ മറക്കണ്ട. early 2000 സൂക്ക് വക്കീഫിൽ ഒരു തീപിടുത്തുണ്ടായെന്ന് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ സൂക്കിന്റെ മെജോറിറ്റി പാർട്ടും കത്തി നശിച്ചു. അങ്ങനെ ഖത്തറി ഗവൺമെന്റ് സൂക്കിനെ റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഖത്തറിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലും കൾച്ചറൽ ഐഡന്റിറ്റിയും ഒട്ടും ചോർന്നു പോവാതെ വേണം ഈ റിനോവേഷൻ എന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അന്നത്തെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, അതായത് ഇന്നത്തെ ഖത്തറിന്റെ കിങ്, ഈ പ്രൊജക്ടിനെ പേഴ്സണലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തറിലെ പ്രോമിനന്റ് ആർക്കിടെക്ചർ മുഹമ്മദ് അലി അബ്ദുള്ളയാണ് ഇപ്പോൾ ഉള്ള ഈ സൂക്കിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രിസർവ് ഖത്തർസ് ട്രഡീഷണൽ ആർക്കിടെക്ചർ സ്റ്റൈൽ ആൻഡ് ടെക്നിക്സ്. സൂക്ക് റീസ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് വുഡ്, ബാംബു, മഡൊക്കെയാണ്. പിന്നെ buildings in Souk Waqif are mostly painted in earthy beige and light brown tones. ഖത്തറിലെ ഈ കത്തുന്ന ചൂടിനെ ഒരു പരിധി വരെ ഡിഫെൻഡ് ചെയ്യാൻ ഈ നാച്ചുറൽ ടെക്നിക്സും എർത്തി കളേഴ്സും സഹായിക്കുന്നുണ്ട്. ഈ സൂക്ക് റിച്ച് കൾച്ചർ ഹെറിറ്റേജിന്റെയും മോഡേൺ കംഫർട്ടിന്റെയും ഒരു യുണീക്ക് ബ്ലെൻഡാണ്. കഫേസും റെസ്റ്റോറൻറ്റ്സും ഒത്തിരി ഉണ്ട് സൂക്കിൽ, അതും വെറൈറ്റി ക്വിസീൻസ്. ഖത്തറി, ലബനീസ്, ഇന്ത്യൻ, സിറിയൻ, മൊറോക്കൻ, ടർക്കിഷ്, എന്തിന് മെസ്സപ്പൊട്ടാമിയൻ ക്വിസീൻ വരെ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഈ ഷീഷ ലോഞ്ചസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഹുക്കയൊക്കെ വലിച്ച് അറബികളും വേറെ ടൂറിസ്റ്റുകളൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബ. ഇതാണ് ഇവിടുത്തെ ആർട്ട് സെന്റർ, സൂക്ക് വക്കീഫ് ആർട്ട് സെന്റർ. ഇത് മെയിൻ ആയിട്ട് ട്രഡീഷണൽ ഇസ്ലാമിക് ആൻഡ് മിഡിൽ ഈസ്റ്റേൺ ആർട്ട് ഫോംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ നോക്കിയ ഗൈസ്, എന്ത് രസാല്ലേ.
ഈ മൾട്ടി കളർഡ് ലാമ്പ് കണ്ടോ സീലിംഗിൽ ഹാങ് ചെയ്തിരിക്കുന്നത്, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെ ബോത്ത് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിന്റെ വർക്ക്സ് ഷോക്കേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശീതളിന്റെ വർക്കാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ പെയിന്റിങ്സിന്റെ ഒക്കെ പ്രൈസ് കണ്ടോ ഗൈസ്, 42,800 ഖത്തർ റിയാൽ, അതായത് നാട്ടിലെ ഒരു 9 ലക്ഷത്തിന് മേലെ വരും. നടന്ന സമയം പോയത് അറിഞ്ഞില്ല, ഇവിടെ സന്ധ്യയായി. ഈ സൂക്കിൻ്റെ വേറൊരു പ്രത്യേകത, ഇതൊരു ലാബ്രിന്ത് പോലെയാണ് ഇതിൻ്റെ വഴികൾ. നാരോ പാസേജസും ആലീസും ആണ്. ഈ ഓരോ ആലീസിലും ഓരോ സ്റ്റോളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോളുകളിൽ വെറൈറ്റി ഓഫ് ഗുഡ്സ് വിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ഹാൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ടാവും, ക്ലോത്തിങ് ഉണ്ടാവും, സ്പൈസസ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബേർഡ് സൂക്കും ഉണ്ട്, പിന്നെ വേറെ പെറ്റ്സിനെയൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ബേർഡ്സ് ആണ്, ബേർഡ്സിൻ്റെ ഫുഡും കേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറത്ത് അക്വാറിയവും ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ കുഞ്ഞി സ്വർണ്ണക്കടകളാണ് കേട്ടോ. സൂക്കിൻ്റെ വേറൊരു ഭാഗത്ത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസിൽ ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് അവർ സ്നാക്സും വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ചെറിയ സ്റ്റോൾ ഇട്ടിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ കണ്ടു. ഈ ഒരു ഭാഗത്ത് കൂടുതലും ക്ലോത്തിങ് സ്റ്റോഴ്സ് ആണ് കണ്ടത്. അബായാസ്, സൂട്ട് സെറ്റ്സ്, പിന്നെ ഫാബ്രിക്സ് മാത്രമുള്ള സ്റ്റോഴ്സ് ഉണ്ട്. ഈ കത്തിക്കുന്നത് ഒരു ചാർക്കോൾ ഡിസ്ക് ആണ്. ആക്ച്വലി ഇതിന് ബഖോർ എന്നാണ് പറയണത്. ഒരു സെൻറ്റഡ് വുഡ് ചിപ്പാണ്. നല്ലൊരു ഫ്രേഗ്രൻസ് സ്മോക്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് മെയിനായിട്ട് മിഡിൽ ഈസ്റ്റിലും പാർട്ട് ഓഫ് സൗത്ത് ഏഷ്യയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഹോം ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ടും റിലീജിയസ് ഒക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. കയ്യിലുള്ള പൈസ ഇരുന്നാലും കുഴപ്പമില്ല, ഇവിടെ ATM ഒക്കെ ഉണ്ട്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സൂക്കിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുവാണ്. kebab, chicken kebab, lamb kebab, same 4 skewer, bread 20 riyal. Okay, so one kebab mutton, one plate. Okay, ma'am. And hummus. Thank you. ഗൈസ്, ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. അന്ന് കഴിച്ചപ്പോൾ നല്ലതായിരുന്നു, പക്ഷേ മട്ടൻ ഓക്കെ അത്ര പോരാ. ഗൈസ്, എനിക്കിപ്പോൾ ഹുമ്മൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഒരു ഡിപ്പാണ്. നമ്മുടെ ചിക്ക് പീസും ലെമണും തഹീനിയും സ്പൈസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിപ്പ്. ഇത് ഈ പീറ്റ ബ്രെഡ്, അതായത് നേരത്തെ ഞാൻ കാണിച്ചില്ല ആ ഒരു റൊട്ടി പോലെ, അതിൻ്റെ ഒപ്പം വെറുതെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വരെ ടേസ്റ്റാണ്. ഇത് ആക്ച്വലി മിഡിൽ ഈസ്റ്റിലൊരു പോപ്പുലർ ഡിഷാണ്. ഗൈസ്, മട്ടൻ എന്താ ടേസ്റ്റ് ഇല്ലാത്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഫ്ലാഷ് ബാക്ക്. ഹാഫ് സ്ലൈസ് നാരങ്ങ മൊത്തം പിഴിഞ്ഞ് വെച്ചാൽ പിന്നെ പുളി ഇല്ലാണ്ടിരിക്കുമോ? ഗൈസ്, ഇതിലെ കൂടി നടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മണമാണ്. മറ്റേ ആ ഊതിൻ്റെയും അത്തറിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ്. കിടന്ന് പോരാൻ തോന്നില്ല നമുക്ക്. ഇങ്ങനെ ആസ്വദിച്ച് നടക്കാൻ തോന്നും. ഗൈസ്, ഇപ്പോൾ നല്ല ഇരുട്ടായി ഇവിടെ സൂക്കിൽ. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടിപ്പോൾ. ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി തിരക്കായി. വൈകുന്നേരത്തെക്കാളും തിരക്കാണ് ഇവിടെ രാത്രിയിൽ. ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നതാണ്.
Next. ഗൈസ് ദേ കറക്ക് കുടിക്കാൻ വേണ്ടി പോവാണ്. കറക്കല്ലേ? കറക്ക് കറക്ക്. സോ ഗൈസ് നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഏകദേശം 8:30 മണിയായി. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.